സമൂഹത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച പോരാളിയാണ് സീതാറാം യെച്ചൂരിയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് യെച്ചൂരി നടത്തിയതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. കൊച്ചിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെയും നേതാക്കൾ പങ്കെടുത്തു. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടൽ നടത്തിയ രാജ്യതന്ത്രജ്ഞനെന്നാണ് സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരമെന്ന പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സഖാവ് സീതാറാം നടത്തിയ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വീകാര്യത കക്ഷി രാഷ്ട്രീയാതീതമായി ഉണ്ടാക്കി കൊടുത്തത്. മതനിരപേക്ഷ മൂല്യങ്ങളും ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളും പരിരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആ യോജിപ്പിനെ കൂടുതൽ ദാർഢ്യമുള്ളതാക്കാനും വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയ രാജ്യതന്ത്രജ്ഞൻ എന്നതാണ് സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരുന്ന സീതാറാം യെച്ചൂരി അറിവിൽ നിന്നും അവബോധമാണ് നേടിയതെന്ന പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ അനുസ്മരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒന്ന്, അദ്ദേഹം ഒന്നാന്തര വിദ്യാർത്ഥിയായിരുന്നു എന്നതാണ്. ഫസ്റ്റ് റാങ്കിലാണ് ജയിക്കുന്നതിൽ നിന്ന് അദ്ദേഹം നേടിയത് അറിവല്ല, അവബോധമാണ്. ആ അവബോധത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തെ സ്നേഹിച്ചത്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി CN മോഹൻ അധ്യക്ഷനായി. KV തോമസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കൊച്ചി മേയർ അനിൽകുമാർ എന്നിവർ സീതാറാം യെച്ചൂരി അനുസ്മരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.